ഓക്കെ, നമുക്ക് ഇനിയും 5th മൊഡ്യൂളിലേക്ക് കിടക്കാം. ഈ 2 മൊഡ്യൂളും കൂടെ ബാക്കിയുള്ളല്ലോ. 5th 6th കമ്പാരിറ്റീവ്ലി ഇച്ചിരി ലാർജ് മൊഡ്യൂൾസാണ്. സംഭവം എല്ലാം എളുപ്പം തന്നെയാണ്, ആദ്യത്തെ 4 മൊഡ്യൂളും പോലെ തന്നെയാണ്. പക്ഷേ കുറച്ച് ടോപ്പിക്ക് കൂടുതലുണ്ട്, അതായത് മൊഡ്യൂളിൻ്റെ ലെങ്ത് വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പം നമുക്ക് 5th മൊഡ്യൂളിലേക്ക് കിടക്കാം. 5th മൊഡ്യൂളിൽ മെയിനായിട്ട് ഡീൽ ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ. മാർക്കറ്റിലുള്ള കമ്മ്യൂണിക്കേഷനെ കുറിച്ചാണ് ഡീൽ ചെയ്യുന്നത്. എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ദ ഡെഫിനേഷൻ ഓഫ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ, ദ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻസ് ആർ ദ മീൻസ് ബൈ വിച്ച് firms to attempt to inform, persuade and remain consumers directly or indirectly about the products and brands they sell. Marketing communications are the means by which firms attempt to inform, persuade and remain consumers directly or indirectly about the products and brands they sell. അതായത് നമുക്കിപ്പോൾ ഒരു കമ്പനി ഉണ്ടെങ്കിൽ നമ്മൾ കസ്റ്റമേഴ്സിനെ ഇൻഫോം ചെയ്യാനും അവരിലേക്ക് എത്താനും പിന്നെ അവരെ ഓർമ്മപ്പെടുത്താനും ഡയറക്റ്റ് മെത്തേഡുണ്ട്, ഇൻഡയറക്റ്റ് മെത്തേഡുണ്ട്. ഏതെങ്കിലും മെത്തേഡ് ഉപയോഗിച്ച് ഇവരിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ 2 പേര് തമ്മിലുള്ള കോണ്ടാക്റ്റിനാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. 2 പേര് തമ്മിലുള്ള സംസാരം അല്ലെങ്കിൽ 2 പേര് തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുന്ന കാര്യങ്ങളെയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു കമ്പനി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ അൾട്ടിമേറ്റ് ഗോൾ എന്താണ്? കമ്പനിയുടെ പ്രൊഡക്റ്റിനെ സെല്ല് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ അവർക്കൊരു പുതിയ കസ്റ്റമേഴ്സിനെ അവരുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് അറിയിക്കാനും പിന്നെ ഉള്ള കസ്റ്റമേഴ്സിനെ പിന്നെയും റിമൈൻഡ് ചെയ്യാനും പുതിയ ഫീച്ചേഴ്സൊക്കെ വന്നിട്ടുണ്ടെന്നും പിന്നെ അവരെ എല്ലാം കൈയടക്കാനുമുള്ള ടെക്നിക്കാണ് ഈ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻസ് എന്ന് വെച്ചാൽ. companies must communicate with the current and prospective customers without fail. അതായത് കമ്പനീസ് ഇപ്പം നമ്മൾ ഇൻഷുറൻസ് കമ്പനി ആയാലും അതുപോലുള്ള കമ്പനീസൊക്കെ നമ്മളെ കസ്റ്റമേഴ്സുമായിട്ട് എപ്പോഴും കോണ്ടാക്റ്റിലായിരിക്കും അവർ. കാരണം എന്താ, അങ്ങനെ ആയിട്ടില്ലെങ്കിൽ നമ്മൾ വേറൊരു കമ്പനിയെ തേടി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അത് ആവാതിരിക്കാൻ വേണ്ടി യാതൊരു ഫെയിലിയറും ഇല്ലാതെ തന്നെ ഇവരൊക്കെ കസ്റ്റമേഴ്സുമായിട്ട് എപ്പോഴും ഒരു കോണ്ടാക്റ്റിലായിരിക്കണം. These marketing communications represents the voice of the company and its brands. To communicate effectively or to communicate well, the companies often hire some advertising agencies to develop some good ads and some good sales promotion for their products. അപ്പം എന്താണ് പറയുന്നത്, ഈ നല്ല കമ്മ്യൂണിക്കേഷന് വേണ്ടി ചില കമ്പനീസ് ചില അഡ്വർടൈസിങ് ഏജൻസിയൊക്കെ ഹയർ ചെയ്യും. നല്ല പരസ്യങ്ങൾ ചിത്രീകരിക്കുകയും കൂടുതൽ സെയിൽസ് പ്രൊമോഷനൊക്കെ കൊടുത്ത് മോർ കസ്റ്റമേഴ്സുമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ലിങ്ക് അവരൊരു ബോണ്ട് ഉണ്ടാക്കിയെടുക്കും. അതിനു വേണ്ടി ചില കമ്പനീസ് വെളിയിൽ നിന്നുള്ള അഡ്വർടൈസിങ് ഏജൻസിയെ ഹയർ ചെയ്യാറുണ്ട്. ഇതാണ് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷനാണ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷനെ കുറിച്ച്. ഇനി അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ മിക്സ് വേരിയബിൾസ് അല്ലെങ്കിൽ പ്രൊമോഷൻ മിക്സ് വേരിയബിൾസ് ആണ്. മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ മിക്സ് വേരിയബിൾസ് അല്ലെങ്കിൽ പ്രൊമോഷൻ വേരിയബിൾസ് ജനറലി 8 മേജർ വേരിയബിൾസ് ഉണ്ട്. അതിനെ അല്ലെങ്കിൽ മോഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. ഇപ്പം നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഏത് രീതിയിൽ വേണമെങ്കിലും ആകാം. ഒന്നെങ്കിൽ എക്സ്പ്ലെയിൻ അബൌട്ട് ദി ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ദ ഡിഫറെൻറ്റ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ മിക്സ് വേരിയബിൾസ്, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ അബൌട്ട് ദ പ്രൊമോഷൻ മിക്സ് വേരിയബിൾസ്. ഇങ്ങനെ 3 രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരാം. എല്ലാത്തിൻ്റെ ആൻസർ ഇത് തന്നെ. ഓക്കെ, അപ്പം ഈ 8 വേരിയബിൾസ് ആണുള്ളത്. അത് ഞാനൊരു ഷോർട്ട് ഫോം എഴുതിയേക്കുന്നതാണ് ഈ PWD പൈസ എന്ന് വെച്ചാൽ. അതൊരു ഷോർട്ട് ഫോമാണ്. അതിൻ്റെ എക്സ്പാൻഷൻ അബ്രിവേഷൻസ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. 8 ഉണ്ട്. ഒന്നാമത്തെ അഡ്വർടൈസിങ്, രണ്ടാമത്തെ സെയിൽസ് പ്രൊമോഷൻ, മൂന്നാമത്തെ ഇവൻറ്റ്സ് ആൻഡ് എക്സ്പീരിയൻസസ്, 4th one is public relations and publicity, 5th is direct marketing, 6th interactive marketing, 7th word of mouth marketing and last one is personal selling. ഇങ്ങനെ 8 ആണുള്ളത്. ഏതൊക്കെ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് താഴത്തെ സ്ലൈഡുകളിൽ നോക്കാം. ഓക്കെ, അപ്പോൾ തുടങ്ങാം. ഫസ്റ്റ് വൺ ആണ് അഡ്വർടൈസിങ്. അഡ്വർടൈസിംഗ് എന്ന് വെച്ചാൽ നമുക്ക് നേരത്തെ തൊട്ടേ പറയുന്നതാണ്. പരസ്യം. നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന ഇൻഫർമേഷനാണ് അഡ്വർടൈസ്മെൻറ്റ്. ഇത് പെയ്ഡ് ഫോം ഓഫ്
non-personal presentation and promotion of ideas, goods or service by an identified sponsor via print media, broadcast media, network media, electronic media and display media. ഇതൊരു ഒരു കമ്പനിയുടെ പെയ്ഡ് ഫോം ഓഫ് ഇൻഫർമേഷനാണ്, പ്രസൻറ്റേഷനാണ് ഈ അഡ്വർടൈസിംഗ് എന്ന് വെച്ചാൽ. അത് അവരുടെ ഐഡിയയും ഗുഡും സർവീസും എല്ലാം കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്ന ഒരു മീഡിയമാണ് ഈ അഡ്വർടൈസിംഗ് എന്ന് പറഞ്ഞാൽ. ഈ അഡ്വർടൈസിങ് ഈ പറയുന്ന കുറേ ടൈപ്പ് ഓഫ് മീഡിയ ത്രൂ പറ്റും. ആദ്യത്തെ എന്ന് പറഞ്ഞാൽ പ്രിൻ്റ് മീഡിയ ആണ്. പ്രിൻ്റ് മീഡിയയുടെ എക്സാമ്പിൾസ് ഏതൊക്കെ കാണും? ന്യൂസ് പേപ്പേഴ്സ്, മാഗസീൻസ്, ബുക്സ്, അതുപോലുള്ള പ്രിൻ്റായിട്ട് വരുന്ന സാധനങ്ങളാണ് പ്രിൻ്റ് മീഡിയ. പിന്നെ ബ്രോഡ്കാസ്റ്റ് മീഡിയ ഉണ്ട്, നമ്മുടെ ടെലിവിഷൻ, റേഡിയോ പോലുള്ളവയാണ് ബ്രോഡ്കാസ്റ്റ് മീഡിയ. നെക്സ്റ്റ് ഈസ് നെറ്റ്വർക്ക് മീഡിയ എന്ന് പറഞ്ഞാൽ ടെലിഫോൺസ്, കേബിൾ, സാറ്റലൈറ്റ്, വയർലെസ് കമ്മ്യൂണിക്കേഷൻസ്, ഇതെല്ലാം നെറ്റ്വർക്ക് മീഡിയയിൽ വരുന്നതാണ്. ഇനി ഇലക്ട്രോണിക് മീഡിയയിൽ വരുന്നതാണ് ഓഡിയോ ടേപ്പ്, വീഡിയോ ഡിസ്ക്, CDs, ഇതൊക്കെ ഇലക്ട്രോണിക് മീഡിയയിൽ. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ഡിസ്പ്ലേ മീഡിയ എന്ന് പറഞ്ഞാൽ ബിൽ ബോർഡ്സ്, സൈൻസ്, പോസ്റ്റർ, ബാനർ, ഇവയൊക്കെയാണ് ഡിസ്പ്ലേ മീഡിയ. നമ്മൾ ഈ വലിയ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തോ വലിയ കടയുടെ അടുത്തോ ഒക്കെ വലിയ ഫ്ലെക്സ് ബോർഡുകൾ കാണാം, അതിനെയാണ് ഡിസ്പ്ലേ മീഡിയ പറയുന്നത്. ഓക്കെ, സെക്കൻഡ് ആണ് സെയിൽസ് പ്രൊമോഷൻ. അഡ്വർടൈസിങ് കഴിഞ്ഞ് സെയിൽസ് പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ സെയിൽസിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പല പല ടെക്നിക്സുകൾ കമ്പനി യൂസ് ചെയ്യുന്നുണ്ട്. അതിലാണ് കൺസ്യൂമർ പ്രൊമോഷൻ സച്ച് ആസ് കോൺടെസ്റ്റ് ഫോർ സെയിൽസ് അപ്പ്, കൂപ്പൺസ്, സാമ്പിൾസ്. അതൊക്കെ നമ്മൾ ചില സൂപ്പർ മാർക്കറ്റിലൊക്കെ ചെല്ലുമ്പോൾ ചില പ്രൊഡക്റ്റിൻ്റെ സാമ്പിൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാധനം മേടിക്കുമ്പോൾ അതിലൂടെ ഫ്രീ ഗിഫ്റ്റ് സാമ്പിൾ കിട്ടും. അതൊക്കെ സെയിൽസ് പ്രൊമോഷനാണ്. പിന്നെന്താ, കോൺടെസ്റ്റുകളാണ്, കൂപ്പണുകൾ കാണും, കൂപ്പൺ ഫില്ല് ചെയ്ത് ഇടുക എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ. ഇതൊക്കെ സെയിൽസ് പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. പിന്നുള്ളത് ഇത് കൺസ്യൂമർ പ്രൊമോഷൻസ് ആണ്. പിന്നുള്ള ട്രേഡ്സ് പ്രൊമോഷനും ബിസിനസ് ആൻഡ് സെയിൽ ഫോഴ്സ് പ്രൊമോഷൻസും ഉണ്ട്. മൂന്നെണ്ണമാണ് സെയിൽ പ്രൊമോഷനുള്ളത്. ട്രേഡ് പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് അഡ്വർടൈസിങ് ആൻഡ് ഡിസ്പ്ലേ അലവൻസസ്. അലവൻസിൽ കൊടുക്കുകയാണ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഈ എക്സ്റ്റേണൽ ഏജൻസീസിക്ക്. പിന്നെ ബിസിനസ് ആൻഡ് സെയിൽസ് ഫോർ പ്രൊമോഷൻ സച്ച് ആസ് കോൺടെസ്റ്റ് ഫോർ സെയിൽ റെപ്രസെൻറ്റേറ്റീവ്സ്. അത് ഇൻറ്റേർണൽ തന്നെയാണ്, ഒരു കമ്പനിയുടെ ഇൻറ്റേർണൽ ഫാക്ടർ തന്നെയാണ്. അതായത് സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ്സിൻ്റെ ഇടയിൽ തന്നെ ചില കോമ്പറ്റീഷൻസ് വെക്കുക, കോൺടെസ്റ്റുകൾ വെക്കുക. അതൊക്കെ അവരുടെ സെയിൽസിനെ പ്രൊമോട്ട് ചെയ്യാൻ സഹായിക്കുന്നവയാണ്. നെക്സ്റ്റ് വൺ ഈസ് ഇവൻറ്റ്സ് ആൻഡ് എക്സ്പീരിയൻസസ്. ഈ ഇവൻറ്റ്സ് ആൻഡ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ കമ്പനി സ്പോൺസേഡ് ആക്ടിവിറ്റി. ഇപ്പോൾ നമ്മൾ Dream11, വിവോ, IPL ഒക്കെ കേട്ടിട്ടില്ലേ. ഇതൊക്കെ അവരെന്താണ് സ്പോൺസർ ചെയ്യുകയാണ്. ആ ഇവൻറ്റ് IPL എന്ന് പറഞ്ഞൊരു ഇവൻറ്റിനെ സ്പോൺസർ ചെയ്ത് കസ്റ്റമേഴ്സിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നൊരു പ്രോസസ്സാണ് ഈ Dream11. IPL കണ്ടാൽ ഫുൾ ടൈം ഇപ്പം Dream11ൻ്റെ പരസ്യമല്ലേ. അത് നമ്മളുമായിട്ട് കമ്പനി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന മെത്തേഡാണത്. കമ്പനി സ്പോൺസേഡ് ആക്ടിവിറ്റീസ് ആൻഡ് പ്രോഗ്രാംസ് designed to brand related interactions with the consumers including sports, arts, events, etc. And അടുത്തതാണ് public relations and publicity. Public relations and publicity. It is programs directed internally to employees of companies or external to consumers of other firms to protect companies' image. അതായത് പബ്ലിസിറ്റി കൂട്ടാൻ വേണ്ടി ഒന്നെങ്കിൽ കമ്പനിക്കകത്ത് തന്നെ അവർ ഡിഫറെൻറ്റ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സുകൾ നടത്തുന്നു, അല്ലെങ്കിൽ കമ്പനിക്ക് വെളിയിൽ തന്നെ പല പല ഈവൻറ്റ്സ് കോർഡിനേറ്റ് ചെയ്യുന്നതിനാണ് ഈ പബ്ലിക് റിലേഷൻസ്, പബ്ലിസിറ്റി, PR വർക്ക് എന്നൊക്കെ പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഡയറക്റ്റ് മാർക്കറ്റിംഗ്. ഡയറക്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ചിലരൊക്കെ നമ്മളെ വിളിക്കത്തില്ലേ, മെയിൽ ചെയ്യാം, ചില മെയിൽസ് കിട്ടാറുണ്ട്, ടെലിഫോൺ ചെയ്യാം, ഇൻ്റർനെറ്റ് എല്ലാം നമ്മൾ ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ഈ ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റിംഗ്. ചില മെസ്സേജുകളൊക്കെ നമുക്ക് വരും ചില പ്രൊഡക്റ്റിനെ കുറിച്ച്. ഇപ്പോൾ 1 BHK ഫ്ലാറ്റ് അവൈലബിൾ ആണ് കൊച്ചിയിൽ എന്നിങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് മെസ്സേജുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടല്ലോ. അപ്പോൾ അത് എല്ലാം ഡയറക്റ്റ് മാർക്കറ്റിംഗ് ആണ്. അതായത് കമ്പനിയും കൺസ്യൂമറും തമ്മിലുള്ള ഡയറക്റ്റ് മാർക്കറ്റിംഗ്. അടുത്താണ് ഇൻറ്ററാക്റ്റീവ് മാർക്കറ്റിംഗ്. ഇതെന്ന് പറഞ്ഞാൽ ഓൺലൈൻ ആക്ടിവിറ്റീസും പ്രോഗ്രാംസും എന്നിവയിൽ കൂടെയൊക്കെ കസ്റ്റമറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് ഇൻറ്ററാക്റ്റീവ് മാർക്കറ്റിംഗ്. ഇത് ഓൺലൈൻ ആക്ടിവിറ്റീസ് ആൻഡ് പ്രോഗ്രാംസ് ഡിസൈൻ ടു എൻഗേജ് കസ്റ്റമേഴ്സ് ആൻഡ് റൈസ് അവെയർനെസ് ആൻഡ് ടു ഇംപ്രൂവ് സെയിൽസ് ഓഫ് പ്രൊഡക്റ്റ്. അൾട്ടിമേറ്റ് ഗോൾ എന്താണ്, പ്രൊഡക്റ്റ് സെയിൽസിന് ഇംപ്രൂവ് വരുത്തുക എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത
വേർഡ് ഓഫ് മൗത്ത് മാർക്കറ്റിംഗ്. അത് പീപ്പിൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് മാർക്കറ്റിംഗ് ചെയ്യുന്നതാണ് ഈ വേർഡ് ഓഫ് മൗത്ത് മാർക്കറ്റിംഗ്. ഒരാളിൽ നിന്ന് മറ്റൊരാൾക്ക് പ്രോഡക്റ്റിൻ്റെ എന്താണ് നല്ല കാര്യങ്ങളൊക്കെ എക്സ്ചേഞ്ച് ചെയ്യുന്ന പ്രോസസ്സാണ്. The people to people oral or electronic communications that relate to the merits of purchase or using a particular product. അതാണ് വേർഡ് ഓഫ് മൗത്ത് മാർക്കറ്റിംഗ്. അടുത്തത് പേഴ്സണൽ സെല്ലിംഗ്. പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടുകളിലൊക്കെ എത്തി സാധനം വിൽക്കത്തില്ലേ, സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ്സ് ത്രൂ, അതാണ് പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുന്നത്. അത് ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷനാണ്, ഡയറക്റ്റ് കസ്റ്റമറുമായിട്ട്. ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ വിത്ത് purchases or for the purpose of making presentation, answering questions and procuring orders. അപ്പോൾ ചില നമ്മൾ ബുക്ക് വിൽക്കാൻ വരുന്നവരൊക്കെ നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് പറയത്തില്ലേ, ഇപ്പം ഞാനൊരു 5 ക്വസ്റ്റ്യൻ ചോദിക്കാം, അതിൽ നിങ്ങൾ കറക്റ്റ് ആൻസർ പറയുകയാണെങ്കിൽ ബുക്ക് ഫ്രീ ആയിട്ട് തരും, അല്ലെങ്കിൽ ബുക്കിന് 80% ഓഫർ തരും, അങ്ങനെയൊക്കെ പറഞ്ഞ് സെല് ചെയ്യുന്നതാണ് ഈ പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഇത്രയാണുള്ളത്. 8 അഡ്വർടൈസിങ്, സെയിൽസ് പ്രൊമോഷൻ, ഇവൻറ്റ്സ് ആൻഡ് എക്സ്പീരിയൻസസ്, public relations, publicity, direct marketing, interactive marketing, word of mouth and personal selling. ഇത്രയാണുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ടോപ്പിലേക്ക് കടക്കാം. അതാണ് എലമെൻറ്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. നെക്സ്റ്റ് ടോപ്പിക്കാണ് എലമെൻറ്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. 9 എലമെൻറ്റ്സ് ഉണ്ട്. അപ്പം നമുക്കൊന്നെങ്കിൽ ക്വസ്റ്റ്യൻ വരുന്നത് എക്സ്പ്ലെയിൻ ദ 9 എലമെൻറ്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ് എന്നായിരിക്കാം, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ദി എലമെൻറ്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നായിരിക്കാം. എങ്ങനെയാണെങ്കിലും ചോദ്യം ചോദിക്കാം. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്ക്. ഇതിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഈ 9 എലമെൻറ്റ്സിനെ. ആദ്യത്തേതാണ് മേജർ പാർട്ടീസ് ഇൻ കമ്മ്യൂണിക്കേഷൻ. മേജർ പാർട്ടീസ് ഇൻ കമ്മ്യൂണിക്കേഷനാണ് സെൻഡറും റിസീവറുമാണ് കമ്മ്യൂണിക്കേഷനിലെ മേജർ പാർട്ടീസ്. ഇനിയും മേജർ കമ്മ്യൂണിക്കേഷൻ ടൂൾസ് ഉണ്ട്. അതാണ് മെസ്സേജ്, മീഡിയ. ഇത് രണ്ടുമാണ് കമ്മ്യൂണിക്കേഷൻ ടൂൾസ്. ഇനി കമ്മ്യൂണിക്കേഷൻ ഫങ്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കിയാൽ എൻകോഡിങ്, ഡീകോഡിങ്, റെസ്പോൺസ് ആൻഡ് ഫീഡ്ബാക്ക്. 4 കമ്മ്യൂണിക്കേഷൻ ഫങ്ഷൻസും ഉണ്ട്. അത് ലാസ്റ്റ് വേറിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ് നോയ്സ്. അപ്പം 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മേജർ പാർട്ടീസ് ഇൻ കമ്മ്യൂണിക്കേഷൻ, മേജർ കമ്മ്യൂണിക്കേഷൻ ടൂൾസ്, പ്രൈമറി കമ്മ്യൂണിക്കേഷൻ ഫങ്ഷൻസ് ആൻഡ് നോയ്സ്. അതിൽ വരുന്നത് സെൻഡറും റിസീവറുമാണ് മേജർ പാർട്ടീസ്, മെസ്സേജും മീഡിയയുമാണ് കമ്മ്യൂണിക്കേഷൻ ടൂൾ, എൻകോഡിങ്, ഡീകോഡിങ്, റെസ്പോൺസ് ആൻഡ് ഫീഡ്ബാക്ക് ആണ് കമ്മ്യൂണിക്കേറ്റിംഗ് ഫങ്ഷൻസ്. ഇനി ഏതൊക്കെയാണെന്ന് നോക്കാം. സെൻഡർ എന്താണ്? സെൻഡർ ആരാണ്? ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരു മെസ്സേജ് വേറൊരു പാർട്ടിക്ക് സെൻഡ് ചെയ്യുന്ന ആളിനെയാണ് നമ്മൾ സെൻഡർ പറയുന്നത്. സെൻഡർ ഇസ് എ പാർട്ടി സെൻഡിങ് ദ മെസ്സേജ് ടു അനദർ പാർട്ടി. അടുത്ത റിസീവർ ആരാണ്? ഈ സെൻഡർ സെൻഡ് ചെയ്യുന്ന ഇൻഫർമേഷനെ റിസീവ് ചെയ്യുന്ന ആളാണ് റിസീവർ. റിസീവർ ഇസ് എ പാർട്ടി റിസീവിങ് ദ മെസ്സേജ് സെൻഡ് ബൈ എ സെൻഡർ. അടുത്തതാണ് മെസ്സേജ്. മെസ്സേജ് എന്താണ്? സെൻഡർ റിസീവറിന് അയക്കുന്ന ഇൻഫർമേഷൻസിനെയാണ് നമ്മൾ മെസ്സേജ് എന്ന് പറയുന്നത്. ഈ ഇൻഫർമേഷൻ ഒന്നെങ്കിൽ സെറ്റ് ഓഫ് വേർഡ്സ് ആവാം, പിക്ചേഴ്സ് ആവാം, സിമ്പിൾസ് ആവാം. ഇതെല്ലാം സെൻഡർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതാണ് റിസീവറിലേക്ക്. അടുത്തത് മീഡിയ. ഈ സെൻഡർ റിസീവറിലേക്ക് അയക്കുന്ന മെസ്സേജ് ഏത് മീഡിയയാണോ അതിനെയാണ് നമ്മൾ മീഡിയ പറയുന്നത്. ഇത് കമ്മ്യൂണിക്കേഷൻ ചാനൽസ് ത്രൂ വിച്ച് ദ മെസ്സേജ് മൂവ്സ് ഫ്രം സെൻഡർ ടു റിസീവർ. അടുത്ത എൻകോഡിങ്. എൻകോഡിങ് എന്ന് പറഞ്ഞാൽ ഈ മെസ്സേജ് നമുക്ക് ഡയറക്റ്റ് അയക്കാൻ പറ്റില്ല. അതിന് പകരം സെൻഡർ എന്ത് ചെയ്യുമെന്നറിയോ? ഈ മെസ്സേജിനെ കോഡ് ഫോമിലാക്കും. പുട്ടിങ് ദി ഇൻറ്റൻഡഡ് മെസ്സേജ് ഇൻ ടു സിംബോളിക് ഫോം. സിംബോളിക് ഫോം അല്ലെങ്കിൽ കോഡ് ഫോം ആക്കുന്നതിനാണ് എൻകോഡിങ് എന്ന് പറയുന്നത്. അടുത്തതാണ് ഡീകോഡിങ്. ഡീകോഡിങ് എന്ന് പറഞ്ഞാൽ റിസീവറിൻ്റെ കയ്യിൽ ഈ മെസ്സേജ് എത്തിക്കഴിഞ്ഞിട്ട് ഇതിനെ ഡീകോഡ് ചെയ്ത് എന്തായിരുന്നോ ഈ സിമ്പിൾസിനെല്ലാം ഡീകോഡ് ചെയ്ത് ആക്ച്വൽ മെസ്സേജായിട്ട് മാറ്റുന്ന പ്രോസസ്സാണ് ഡീകോഡിങ്. അടുത്തത് റെസ്പോൺസ്. റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ഈ റിസീവറിന് ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആൾക്കുണ്ടാകുന്ന റിയാക്ഷൻസിനെയാണ് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഇസ് ദ റിയാക്ഷൻസ് ഓഫ് ദ റിസീവർ ആഫ്റ്റർ ബീയിങ് എക്സ്പോസ് ടു ദ മെസ്സേജ്. അടുത്താണ് ഫീഡ്ബാക്ക്. ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ റിസീവർ സെൻഡറിന് കൊടുക്കുന്ന ഫീഡ്ബാക്കാണ്. നമ്മളിപ്പം നിങ്ങൾ എനിക്ക് ഫീഡ്ബാക്ക് ചെയ്യത്തില്ലേ, അതുപോലുള്ള സംഭവമാണ് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ. അടുത്തത് നോയ്സ്. നോയ്സ് ആണ് ലാസ്റ്റ് വൺ. എന്ന് പറഞ്ഞാൽ അൺപ്ലാൻഡ് സ്റ്റാറ്റിക് ഓർ ഡിസ്റ്റോർഷൻ ഡ്യൂറിങ് ദ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്
which results in receiver getting different message from sender. ഇതെന്ന് പറഞ്ഞാൽ ചില എന്താണ് അൺപ്ലാൻഡ് ആയിട്ടുള്ള ഡിസ്റ്റോർഷൻസ് ആണ് ഇത് സംഭവിക്കുന്നത്. ഈ നോയ്സ് ഇതിൻ്റെ കാരണത്താൽ നമ്മൾ സെൻഡർ സെൻഡ് ചെയ്യുന്ന ആക്ച്വൽ മെസ്സേജ് ആയിരിക്കത്തില്ല റിസീവറിന് കിട്ടുന്നത്. ഓക്കെ, ഇത്രയാണുള്ളത്. സെൻഡർ, റിസീവർ, മെസ്സേജ്, മീഡിയ, എൻകോഡിംഗ്, ഡീകോഡിംഗ്, റെസ്പോൺസ്, ഫീഡ്ബാക്ക് ആൻഡ് നോയ്സ് ആണ് 9 എലമെൻറ്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, നമുക്കിന്ന് ഇത്രയും കൊണ്ട് വൈൻഡപ്പ് ചെയ്യാം. ഈസി അല്ലേ സംഭവം? മനസ്സിലായിരുന്നില്ല എന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ. ഓക്കെ.